ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാതെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ മതത്തെ പറ്റി പറഞ്ഞു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഞാനൊന്നും അങ്ങനത്തെ ഉള്ള രീതിയെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അതോടെ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇതേ കണക്ക് നിങ്ങൾ തമ്മിലുള്ള എന്തുവാണ് പ്രശ്നം, അതൊക്കെ സംസാരിച്ച് തീർത്തുകൂടെ അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്നിച്ചൂടെ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും തനിക്ക് താല്പര്യമില്ല. നേരത്തെ പലവട്ടം ഉണ്ടായി ഇതേണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലീസുകാരുടെ സഹായത്തോടൊക്കെ ഒത്തുതീർപ്പൊക്കെ ആക്കിയതായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഴയ പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്കുണ്ടെങ്കിൽ ഇനിയൊരു ജീവിതം ഇനി ഷാൻ്റെ കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഉള്ളൊരു തീരുമാനം എടുത്തത്. പിന്നെ ഇതേണക്കത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്ന് വെച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലെന്നുള്ള രീതിയിലായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്.